എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ തിരുമറിയൂർ ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ ഭാരതത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രമായ ഈ തിരുമറിയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏകദേശം 1800ഓളം വർഷങ്ങൾ പഴക്കമുള്ളതായിട്ടാണ് നമ്മുടെ അറിവിലുള്ളത്. ശങ്കരാചാര്യരുടെ മാതാവ് ശങ്കരാചാര്യരുടെ അമ്മാത്തു നിന്നും ഈ അമ്പലത്തിൽ വന്ന് തൊഴുകയായിട്ടുള്ള ഐതിഹ്യം ഉള്ളതുകൊണ്ടാണ് അതിന്റെ പഴക്കത്തെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുള്ളത്. ഭാരതത്തിലെ തന്നെ ഹനുമാൻ കൃത്യമായി ശ്രീരാമചന്ദ്ര ഭഗവാനെ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രവും ഈ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഭഗവാനെ അതിരാവിലെ 3 മണിക്ക് ഹനുമത് ഭഗവാൻ എഴുന്നേറ്റ് ശംഖ് വിളിച്ച് ഉണർത്തി പൂജ ചെയ്യുന്നതായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. ആ സമയത്ത് ശംഖ് വിളിക്കുന്ന ശബ്ദവും ശ്രീകോവിലിനുള്ളിൽ മണിയടിക്കുന്ന ശബ്ദവും ഒക്കെ കേട്ടതായിട്ട് ധാരാളം പഴമക്കാരും ഇപ്പോഴത്തെ തലമുറയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇതെന്ന് പറയാൻ കാരണം. മാത്രമല്ല, ഹനുമാന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉറപ്പിക്കാതെ വച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് ഹനുമാൻ ഇത്തരത്തിൽ 3 മണിക്ക് ശംഖു വിളിച്ച് ഭഗവാനെ പൂജ ചെയ്യുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള മരങ്ങളും മറ്റുമെല്ലാം ആടി ഉലയുന്നതായി കണ്ടിട്ടുള്ള പഴമക്കാരും ഇപ്പോഴത്തെ പല ആളുകളും അതിരാവിലെ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കേട്ടതായിട്ട് നമ്മോട് പറയുന്നുണ്ട്. ഹനുമാൻ ഇത്തരത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ നേരിട്ട് പൂജിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളായിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഏത് പൂജ ചെയ്യുന്ന ഭക്തജനങ്ങൾക്കും ക്ഷിപ്രവേഗത്തിൽ ഹനുമാൻ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് അനുഭവം. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത,
പട്ടാഭിഷേക രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നാലമ്പല ദർശനത്തിന് പോകാതെ തിരുമറിയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മാത്രം വന്ന് തൊഴുതാൽ നാലമ്പല ദർശനം നടത്തിയതിന് തുല്യമായി എന്നാണ് വിശ്വാസം. ചിങ്ങമാസം 1-ാം തീയതി എല്ലാ വർഷവും രാവിലെ 5:30 മണിക്ക് ഈ പട്ടാഭിഷേക ദർശന ചന്ദനം താർക്കൽ തൊഴൽ വളരെ പ്രത്യേകതയാണ്. അന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തി നാലമ്പലം ദർശനം നടത്തിയ പുണ്യം അനുഭവിച്ചു പോകുന്നുണ്ട്. ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ അമ്പലത്തിലെ ശ്രീകോവിലിന്റെ വലിപ്പമാണ്. അത് ആ വലിപ്പത്തിൽ മാത്രം ഈ ക്ഷേത്രത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 വാതിൽ കടന്നാണ് ശ്രീലകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അത്രയും വലിപ്പമുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവില്. ഏകദേശം ശബരിമലയിലൊക്കെ ഉള്ള പോലെ 10-15 മേശാന്തിമാർക്ക് പൂജാരിമാർക്ക് അകത്ത് നിൽക്കാനും പൂജ ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളുള്ള ഒരു ശ്രീകോവിലായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ വലിപ്പം, അതിന്റെ മാഹാത്മ്യം, അത്രയും വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടന്നിരുന്നത് കൊണ്ടാണ് അത്രയും വലിയ ശ്രീകോവിലും ഇത്തരത്തിലുള്ള നാലമ്പല ദർശനം നടത്തുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയും നടക്കാനുള്ള കാരണം അതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ നാലമ്പല ദർശനം രാമായണത്തിലെ ഈ കാണുന്ന ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ഹനുമത് ഭഗവാന്റെയും ചന്ദനം ചാർത്തിയുള്ള ദർശനമാണ് എല്ലാ വർഷവും ചിങ്ങം 1-ാം തീയതി നമ്മൾ നടത്തുന്നത്. ആ ദർശനത്തിൽ തൊഴുതാൽ മാത്രം നാലമ്പല ദർശനം നടത്തിയതും ഭഗവാന്റെ പട്ടാഭിഷേക ദർശനം നടത്തി സായുജ്യം നേടിയതിനും തുല്യമായി എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളും കാര്യങ്ങളും ശ്രീരാമചന്ദ്ര ഭഗവാന് പാൽപ്പായസം, ഹനുമത് സ്വാമിക്ക് വടമാല, ഹനുമത് സ്വാമിക്ക് വെറ്റിലമാല, ഹനുമത് സ്വാമിക്ക് ശ്രീരാമചന്ദ്ര ഭഗവാന് തുളസിമാല, ഈ കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഈ വഴിപാടുകൾ ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടി നാം ഏതൊക്കെ തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുന്നോ അതിലെല്ലാം സംപ്രീതനായിട്ടുള്ള ഹനുമത് ഭഗവാൻ വായുവേഗത്തിൽ ആ വഴിപാട് നടത്തുന്ന ആളുകൾക്ക് അവരുടെ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ളതും മനസ്സിലായിട്ടുള്ളതും. ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടി നടത്തുന്ന വഴിപാടുകൾ, ഹനുമാൻ പ്രീതിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടുകൾ, ഹനുമാന് പ്രീതി സമ്പാദിച്ചാൽ അത് ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം നേടുന്നതിന് തുല്യമായി എന്ന് പറയുന്നത് കൊണ്ട് ഹനുമാൻ വായുപുത്രനായതുകൊണ്ടും വായു വേഗത്തിലാണ് ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ശ്രീരാമചന്ദ്ര ഈ തിരുമറിയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജ എന്നുള്ള ഒരു പൂജ നടന്നു വരുന്നത്. ആ കാര്യസിദ്ധി പൂജയുടെ ഒരു പ്രത്യേകത തന്നെ
നാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും എല്ലാം സിദ്ധിക്കുന്നതിന് വേണ്ടി വളരെ ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ വഴിപാട് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി, കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം ഒക്കെ നേടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ കാര്യസിദ്ധി പൂജയിലൂടെ അവർക്കെല്ലാം ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും അവരൊക്കെ അനുഗ്രഹത്താൽ അവരുടെയൊക്കെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലകൊള്ളുന്നതായിട്ടും അവർ നിരന്തരം വീണ്ടും വീണ്ടും ഒരു ദർശനം നടത്തുന്ന അനുഭവത്തിലൂടെ ഭക്തജനങ്ങൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ 1800 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തില് വൈദികന്മാർ നടത്തിയിരുന്ന മുറജപം നടന്നിരുന്ന ഒരു സ്ഥലമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. അതുകൊണ്ടാണ് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള നമസ്കാര മണ്ഡപം മുറജപക്കാർക്ക് ഇരിക്കാൻ പാകത്തിന് വലിയ നമസ്കാര മണ്ഡപമാണ്. അങ്ങനെ പുരാതന കാലം തൊട്ട് തന്നെ മുറജപം നടന്നുകൊണ്ടിരുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് തിരുമറിയൂർ എന്ന് പേര് വന്നതായും ഐതിഹ്യമുണ്ട്. ഈ 3 തരത്തിലുള്ള ഐതിഹ്യമാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏതാണ് കൃത്യമായി ഉള്ളത് എന്നുള്ളതിനുള്ള പ്രത്യേക രേഖകളും കാര്യങ്ങളും ഒന്നും ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് നമുക്ക് ലഭ്യമല്ല. എങ്കിലും ശ്രീരാമചന്ദ്ര ഭഗവാനെ ശങ്കരാചാര്യരുടെ അമ്മ ഇവിടെ തൊട്ടടുത്തുള്ള മേൽപ്പാടവുമായിൽ നിന്നും നടന്നു വന്ന് തൊഴുതിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന്റെ പഴക്കമനുസരിച്ചാണ് 1800ഓളം വർഷക്കാലം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്ന് പറയാൻ കാരണം. അത്തരത്തിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം. ഈ മാളിക, ഈ ക്ഷേത്രത്തിന് തൊട്ടുചേർന്നുള്ള ഈ മാളിക ഒരു കാലത്ത് കൊച്ചിയിലെ രാജാക്കന്മാർ ഈ അമ്പലത്തിലെ ഉത്സവം കാണാൻ വേണ്ടി വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് വിശ്വാസം. അപ്പോ കൊച്ചി രാജാക്കന്മാർ പോലും വന്നിരുന്ന് ഉത്സവം കാണാൻ പാകത്തിനുള്ള ഒരു മാളികയുണ്ട് എങ്കിൽ ഈ അമ്പലത്തിൽ നടന്നിരുന്ന ഉത്സവങ്ങൾ എത്ര മഹത്തായതാണ് എന്ന് നമുക്ക് അതിലൂടെ മാത്രം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അതേ വലിപ്പത്തിലും അതേ മാതൃകയിലും പണിതിരിക്കുന്ന ഒരു മഹാക്ഷേത്രം തന്നെയായിരുന്നു ഈ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭാരതത്തിലെ ഏക ഹനുമത് പൂജിത ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഈ തിരുമറിയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം.